ടി വി ന്യൂ റിക്രൂട്ട്മെന്റ് പിള്ളേരെല്ലാം വൈബ് പിള്ളേരാണ്. അതെ അതെ, ഇവർക്ക് കുറച്ച് വൈബ് കൂടുതൽ. വിഷയല്ലേ? മുച്ചേടാ മുച്ചിറി എന്തിയടാ, അവനെ ഒന്ന് വിളിക്കോടാ മുച്ചിറി. ഇന്നലെ കണ്ടണ്ണ അവൻ ഇന്നലെ അണ്ണൻ പറഞ്ഞോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിച്ചു വേണ്ട. ഇപ്പൊ വിളിക്കാം അവനെ ഒന്ന് വിളിക്കട്ടെ? ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇപ്പൊ വിളിക്കാം അവനെ ഒന്ന് വിളിച്ച ഒരു മിനിറ്റ്. ഇച്ചിരി വരെ വിസി ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി വരെ കുറച്ചു മുമ്പ് ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പ് രാത്രി ഉറങ്ങിയിട്ടില്ല. 5 മണി വരെ വിസിലുണ്ടായിരുന്നു. 5 മണി വരെയല്ല, ഞാൻ ഇന്നലെ 5 മണിക്കാണ് കിടന്നത്. ഡെയിലി 5 മണി 6 മണിക്ക് ഉറങ്ങും. വേറെ വിസിലായിരുന്നു. ഡിസ്റെസ്പെക്ട് ആണ് ഇത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഡിസ്റെസ്പെക്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പിരിച്ചുവിടാം, എടുത്തു കളയാം. ഗ്രൂപ്പ് മെസ്സേജ് ഇടണം. പിന്നെ അനദർ കോൾ ആരെയും വിളിച്ചോണ്ടിരിക്കുന്നത്. ഞാനാ വിളിക്കുന്നത്. ഞാൻ ടിവിയുടെ ഗ്രൂപ്പിൽ കിക്ക് ചെയ്തിട്ട്. പറടാ കണ്ണാപ്പി പറ. ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല, കൂട്ടുകാരൊന്നും ഇല്ലല്ലോ നമുക്ക്. ആശാ നിനക്ക് കിട്ടിയില്ലേ? ഇപ്പൊ കുറച്ച് പൈസ അയച്ചോട്. ആടാ എനിക്ക് ഒരു രൂപ വെച്ച് കൊറേ അയച്ചോണ്ടിരിപ്പുണ്ട്. അണ്ണാ ഈ ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടാത്തതിന്റെ ഒരു വിഷമേ അണ്ണാ. അതെങ്ങനെയാ പറഞ്ഞേ മനസ്സിലാവുന്ന അണ്ണന്? സംസാരിച്ചോണ്ടിരുന്ന മനുഷ്യനെ സൈഡിൽ എക്സ്പെക്ട് ചെയ്യുന്നു. അണ്ണാ വലുതായിട്ടൊന്നും വേണ്ട അണ്ണാ. ഒരു 10,000 രൂപ ജീപേ ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷം അണ്ണാ. കൂടെ ഇവനെയും കൂടെ. സോറി, ഐ ഹാവ് ടു ഡു ദിസ്. അണ്ണാ കേക്കുന്നില്ല അണ്ണാ. അണ്ണൻ അറിയാലോ അണ്ണാ, അച്ഛനാണെ രാവിലെ ഇട്ടൊന്നും കഴിച്ചിട്ട് പോലും ഇല്ല. മുച്ചിരി എടുത്ത് കളഞ്ഞേ ടിവി എന്ന്. മുച്ചിരി ഹാസ് ബീൻ കിക്ക്ഡ് ഔട്ട് ഫ്രം ടിവി. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തേ? ഒന്നും ചെയ്തില്ലല്ലോ. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു അണ്ണാ. അവൻ യഥാർത്ഥത്തിൽ കിക്ക് ചെയ്ത് വിചാരിച്ചേട്ടാ. കണ്ണാപ്പി വെളിച്ചെവിടുന്നു ഇവനെ കൂടെ കിക്ക് ചെയ്യട്ടെ ഗ്രൂപ്പിൽ. വിഷമാ വേണ്ട, ബർത്ത്ഡേ ആയോണ്ട് അറിയാവേണ്ട, ഗിഫ്റ്റ് പോലും കിട്ടിയില്ല ആരും. കണ്ണാപ്പി വേണ്ട, ആരും ഗിഫ്റ്റ് പോലും തന്നില്ല അണ്ണൻ. കിക്കൂടെ ചെയ്യുന്ന പറഞ്ഞാൽ വിഷമാവണ്ട. നാളെ എറണാകുളത്ത് ഒരാൾക്ക് ഗിഫ്റ്റ് മേടിച്ചരാം. ആണോ? നാളെ എറണാകുളത്ത് വന്നിരിക്കും. അവ ലൈവ് ഇടണ്ടേ? നാളെ അല്ല, നാളെ ബോബോയെ കാണാൻ പോണ ഞാനണ്ണ. മറ്റന്നാള് 2 ദിവസം കഴിഞ്ഞ് എറണാകുളത്ത്. അണ്ണ ഒന്ന് ആലോചിച്ചണ്ണ. അണ്ണന്റെ ബർത്ത്ഡേ ആയിട്ട് അണ്ണൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നു 2 ദിവസം, പുറത്തെങ്ങും പോകുന്നില്ല. കാരണം എന്താ? പൈസ ഇല്ലല്ലോ. അല്ലേടാ പോയി? ട്രെയിൻ കയറിയാണേലും എന്റെ കയ്യില് പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ പഴകഞ്ഞു കുടിക്കും, പൈസ ഉള്ള സമയത്ത് മന്തി കഴിക്കും. അത്രേ ഉള്ളൂ. അതാണ് സന്തോഷം. ഇതിലേക്ക് ഒത്തിരി പൈസ ഒന്നും വേണ്ട അതിലേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ. എന്തുവാ പൈസ ഇല്ലാത്തപ്പോ നീ ഒരു ജവാൻ മേടിച്ചടിക്കണം, പൈസ ഉള്ളപ്പോ മാജിക് മൂവ്മെന്റ് എടുക്കണം. അയ്യോ അണ്ണ, നമുക്ക് അണ്ണ അറിയാലോ ജവാനൊന്നും ഞാൻ അടിക്കൂലെന്ന്. അണ്ണ ഞാൻ ഏറ്റവും കുറഞ്ഞ അണ്ണന്റെ കൂടെ അടിച്ചിട്ടുള്ള MC അണ്ണ. അങ്ങനത്തെ ഒരു പേരിലടാ പോവ MC ഓടാ. എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല MC എന്തോ. കൈക്ക് ശേഷിയില്ലാത്തവരെ അവരെ അണ്ണാ കണ്ണാപ്പിക്ക് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് 1 രൂപയ്ക്ക് ജീപ്പ് ചെയ്യുന്നണ്ണ. ആക്സിഡന്റ് ആയി 2 കയ്യിലും പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ കിടക്കുമ്പോഴേ എന്റെ ചുണ്ടിലും ജവാൻ അണ്ണാ പെഗ് ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് വായിൽ വെച്ചതാണ്. എനിക്ക് ശേഷിയില്ല. നിങ്ങളുടെ മന്ദാരം വന്നേക്കോ. എന്റെ മോനെന്ത് തെറ്റ് ചെയ്ത മോൻ? നിന്റെ മോന്റെ ഒരു തന്തേക്കാ മോശം കൂണ്ട ചെറുക്കനാണ് അവൻ. അവനെ കിക്ക് ചെയ്തു ടിവി എന്ന്. മന്തി എന്നാ തിന്നാൻ പോയതാ. കുറച്ച് സമയം ഉണ്ടായിരുന്നു. അവന്റെ ചന്തി ഞാൻ വരട്ടെ. അവൻ കൊറേ ദിവസമായി അവൻ എന്റെ അടുത്ത് ഒരു
ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല എന്ത് ചെയ്യണ നമുക്ക് ചേട്ടന്മാരല്ലോ പൈസ ആയോടാ? ഇല്ലളിയാ ആയില്ലളിയാ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ 55 രൂപയോളം ആവുന്ന ആളിയാ IRCTC കൊടുത്തേക്കുന്നേ. 4 പേരെ ഫുഡ് കഴിക്കണേ തന്നെ 1000 രൂപ അല്ലേടാ? ഓ പൈസ ഇല്ലല്ലോ അളിയാ, ഞാൻ നാളെ പട്ടിണി കളിയാ. ഇനി ഇത് ഇനി ആലോചിച്ച് നോക്കടാ, 14,000 പേര് ഇത് കേട്ടിട്ട് പോലും നിനക്കൊരു സൂപ്പർ ചാറ്റ് പോലും അവിടെ വന്ന് തന്നില്ലെങ്കിൽ അവർക്ക് മടുത്തു നിന്നെ, മനസ്സിലായ? അതാ കൊഴപ്പില്ല നമുക്ക് സൂപ്പർ ചാറ്റ് ഒന്നും പ്രതീക്ഷിച്ചില്ല. അണ്ണ എന്തായാലും 10,000-5,000 വല്ലോ അല്ലടാ പോയി ജീപ്പ് ചെയ്താ മതി. മതി അണ്ണ മതി അണ്ണ. ഞാൻ ஏற்கனவே ஒரு 55 எடுத்திருக்கோம்டா. ഇതങ്ങ് ഒഴിവാക്കട്ടെ ഒരു മിനിറ്റ്. ആ വരുന്നടാ അണ്ണാ 10,000 കുറഞ്ഞ അണ്ണ ജീപ്പയിലോട്ട് കേറൂല അണ്ണ. അണ്ണാ അറിയാലോ എന്റെ ജീപ്പേ. ആണല്ലേ? ഡിസ്കോഡ് റിമൂവ് റോൾ ഇട്ടെന്നാട്ട്. ഞാൻ എടാ, നടക്ക്. പൈസ കൊടുത്തങ്ങ് ഒഴിവാക്കട്ടെ പിന്നെ ഒരു മിനിറ്റ്. എത്ര വേണ്ട കണ്ണാപ്പി? 10,000 മതിയാണ് അത്ര. അതി കുറഞ്ഞത് എങ്ങനെയാണോ ഞാൻ അണ്ണന്റെ അടുത്ത് പറയുന്നത്? 15 ரூபா. 15 രൂപ തരും ഇപ്പൊ. அதானே. പൂജ്യത്തിന് വിലയില്ലല്ലോ അളിയാ. അതെ. അയ്യോ ആരൊക്കെ പൈസ അയച്ചാണ്? അബ്ദുള്ള ബ്രോ താങ്ക് യു സോ മച്ച് 500 rupees ജീപേ. സിദ്ധാർത്ഥ ബ്രോ താങ്ക് യു സോ മച്ച് 100 rupees ജീപേ. ഇതായിരുന്നു ഉദ്ദേശം. കണ്ണാപ്പി ഫ്രം TV for 10K rupees. 10,000 കുറഞ്ഞാണ് ഇത്. എങ്ങനെയാണ് അച്ഛൻ ആഹാരം കഴിക്കാതിരിക്കണ വിശപ്പിച്ച് പാവം. എന്തുപറ്റി? ബർത്ത്ഡേ ആയിട്ട് ഒരു ചെറുത് ബർത്ത്ഡേ ആയിട്ടാണ് അച്ഛനൊരു ചെറുത് മേടിച്ചു കൊടുക്കാൻ പോലും പൈസ ഇല്ലാണ്ടാ മന്ദാര. എടാ അണ്ണാ ഒന്നും വന്നില്ലല്ലോ അണ്ണാ, കൊറേ നേരം ആയല്ല. വെയിറ്റ് ചെയ്യടാ, ഞാൻ ചായക്കുന്നതേ ഉള്ളടാ. ഒരു മിനിറ്റ്. സോറി അണ്ണാ, മറ്റേ അണ്ണൻ ജീപ്പേ അല്ലല്ലോ അയക്കുന്നത്. അണ്ണൻ മറ്റേതല്ലടാ പോയി മറ്റേത് അതെ പുറത്തുനിന്നുള്ള എന്നെ അണ്ണാ ഒരുപാടൊന്നും അയക്കില്ല അണ്ണാ, ടാക്സ് ഒക്കെ ഉള്ളതാണ് അണ്ണാ നമുക്ക്. എന്താ മേടിച്ചു കൊടുത്തില്ലെന്നാണാ പറഞ്ഞേ? ഒന്നും മേടിച്ചെന്നില്ലല്ലോടാ അണ്ണൻ. ജർമ്മൻ കണ്ണാപ്പി ഇതല്ലേ നിന്റെ ജിപേ നമ്പർ? അത് തന്നെ ജർമ്മൻ കണ്ണാപ്പി. എന്റെ ഫോട്ടോയും ഉണ്ട് അണ്ണാ അതില്, ചുവന്ന ഫോട്ടോ. അയച്ചിട്ടുണ്ട് നോക്ക്. 10 രൂപ 10 രൂപ വന്നു. ഹോളിയാ ഹോളിയാ പറ. 10,000 ഓ ഹാപ്പി ബർത്ത്ഡേ. നിനക്ക് ഇഷ്ടം. ഇനി ഗിഫ്റ്റ് തന്നില്ലെന്ന് വേണ്ട, നീ എന്തോന്ന് വെച്ചാ മേടിച്ചോ. അണ്ണാ 10,000 അണ്ണാ. അണ്ണാ ചുമ്മാ തമാശക്കാരൻ അണ്ണാ, തിരിച്ചാൽ എടുക്കല്ലേ ഇതൊന്നും. അതെങ്ങനെയാ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ? എനിക്ക് ഒരു പ്രശ്നമില്ല. അണ്ണാ തിരിച്ചെങ്ങനെയാ അയക്കുന്നത്? അണ്ണാ ഉമ്മ ടൈപ്പ് ചെയ്യാ UPI പിൻ. കരച്ചിലൊക്കെ വരുന്നടാ. ഓ ഇന്ന് കരയടാ. ഉണക്ക് വലിയ മാതിരി കണ്ണി പൊത്ത്. അതാ സത്യം ഈ ഒരു അവസ്ഥയിലടാ ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സന്തോഷമാണ് എന്തൊരു അഭിനയം. അണ്ണാ. ഈ ഒരു അവസ്ഥയില് സത്യമായിട്ടാ അണ്ണാ അറിയാലോ അണ്ണാ, വീട്ടിലെ സാഹചര്യം കരി മേടിക്കാൻ പോലും ഓൾഡ് ബോങ്ക് എടുത്ത് കാണില്ല. എടാ അരി മേടി. എടാ നീ അല്ലടാ മെനഞ്ഞാന്ന് ഒരു ഫുൾ ഷവായി മറ്റേ ഇതൊക്കെ ഫലൂദ. അണ്ണാ ഉമ്മ അണ്ണാ ഞാൻ ഇത് അണ്ണാ ഈ ഒരു അവസ്ഥയിലാണ് അണ്ണാ. എങ്ങനെയാണോ ഞാൻ ഇത് സത്യം പറഞ്ഞാ എനിക്ക് കരച്ചിലൊക്കെ വരുന്നണ്ണാ. അച്ഛനെയും കൂടെ വിളിച്ചിരുത്തി കരടാ. അച്ഛനെ കൂടെ കരയിച്ച ഒരു 5,000 കൂടെ കിട്ടുവാണ്. അങ്ങനെയാണ് അച്ഛനെ കൂടെ ഇരുത്തി കരയിക്കാൻ. അണ്ണാ അച്ഛനെ കൂടെ ഇരുത്തി കരയിക്കാൻ റെഡിയാണ് അച്ഛൻ. അണ്ണാ ഒരു 5,000 കൂടെ കഴിച്ചാൽ അച്ഛനെ കൂടെ ഇരുത്തി കരയിക്കാൻ റെഡിയാണ്. ഇതോടെ നിർത്തിക്കോ. ഇതോടെ അതാ അണ്ണാ ഞാൻ ഇതോടെ അണ്ണാ. പിന്നെ അണ്ണാ ഇതൊരു അനൗൺസ്മെന്റ് കൂടെ ഉണ്ട് അണ്ണാ. അണ്ണന്റെ ലൈവില് സ്പെഷ്യൽ ആയിട്ട് പറയാം. നാളെയും കൂടെ ഉള്ള അണ്ണാ എന്റെ വെള്ളവടി എറ നിർത്തുവാണ്. ചന്ദ്രനെ പോലെ ജിമ്മിലോട്ട് ജിമ്മിലെ ചന്ദ്രനെ പോലെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുവാണ്. പിള്ളേരെ തൂക്കി എന്ത് അണ്ണാ മുച്ചിനെ വിളിച്ചെടുക്കാ അതിന്റെ ക്യാപ്ഷൻ എല്ലാം പറഞ്ഞത്. പിള്ളേരെ തൂക്കിയ അങ്ങനെ
ആ മുച്ചിരി അണ്ണാ മുച്ചിരി വിളിക്കുന്നേ ആ ആ ആ ഹലോ നീ പുറത്താണോ എന്താ രാത്രിയില് 10:59 കുറച്ച് കഴിഞ്ഞെത്തോ ഇപ്പൊ വരുന്നത് ഇപ്പൊ രാത്രിയിൽ എന്ത് പരിപാടി വെറുതെ സിറ്റിയില് ബാനല്ലേ എനിക്ക് സിറ്റിയിൽ ബാനാണാ യെസ് യെസ് നാളെ മാറും നീ ഒരു കാര്യം ചെയ്യ മൊബൈലിൽ കൂടെ ഡിസ്കോഡി വന്നിട്ട് ഫേസ് ക്യാം ഒന്ന് ഓണാക്കിയേ ഇപ്പഴാ ആ ഞാൻ നോക്കുന്ന പുറത്തുള്ള വണ്ടി പോയിക്കൊണ്ടില്ലേ അത് കുഴപ്പമില്ല നീ വന്നിട്ട് ചുമ്മാ ഇത് ഓണാക്കിയാ മതി നാളെ നാളെ അല്ല ഇപ്പൊ വേണം ഇപ്പം ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ആക്കിയെന്നാ അണ്ണാ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ടിവിന്ന് കിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ നോക്കിയാൽ നിനക്ക് മനസ്സിലാവും ഗ്രൂപ്പില്ല റിമൂവ് കാണിക്കുമല്ലോ ഇല്ലേ? റിമൂഡിയോ കാണിക്കും കട്ട് ചെയ്തേട്ടോ ഞാൻ കട്ട് ചെയ്തേ ആറ്റിറ്റ്യൂഡ് കട്ട് ചെയ്തേ എവിടോ ബൈക്കിൽ പൊക്കോണ്ടിരിക്കുക ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ വന്നില്ലല്ലേ? എന്റെ അളിയാ അണ്ണാ ഇവിടെ അണ്ണാ AD 369 AD അണ്ണാ എന്താ വേണം ഉഷാദുറാ ഉമ്മ ஓடிருப்பாங்க ഉമ്മ വിഷാദുറാ അയ്യോ ചത്തോടെ അളിയാ 369 ദിറംസ് ഇനി അപ്പൊ ഗൈസ് ഇനി ഇവന് പൈസ കൊടുത്ത ലൈവ് ഇല്ല ഗൈസ് ഇവന് പൈസ കൊടുത്ത ഇനി ലൈവ് ഇല്ല മനസ്സിലായ അത്ര ആലോചിച്ചാ മതി നിങ്ങള് ബെഗിങ് അറ്റ് സ്പീക്ക് എന്നത് അയ്യോ അണ്ണാ 369 AD എന്ന് പറയുമ്പോ എത്ര രൂപ അണ്ണാ 7000 രൂപ 7,000-8,000 രൂപ എന്തോ ഉണ്ട്. അയ്യോ അത്ര രൂപ ജീവിതത്തിൽ ഇത്ര രൂപ കണ്ടില്ല ഉഷാദുറാ താങ്ക് യു സോ മച്ച് 2 വെച്ചേടാ 2 രൂപ 7,000 രൂപ അതിൽ കൂടുതലല്ലായിരുന്നോ അപ്പൊ ശരിയല്ലേ അണ്ണാ ഇത് എത്ര രൂപ അണ്ണാ ഞാൻ ഇതൊക്കെ കണ്ട് എന്ത് ചെയ്യണ നീയല്ലേ പറഞ്ഞ നിനക്ക് വീട്ടിൽ ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ടെന്ന് അയ്യോ അണ്ണാ ശരിയാണ ഞാൻ നാളത്തേലും കഞ്ഞി കുടിക്കുന്നതാണ് ഈ 369 AD ഉണ്ടാ അച്ഛൻ ഇങ്ങനെ ഒരു കള്ളനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഗൈസ് ജീവിതത്തിൽ A ക്ലാസ് കൂടി ഇരുന്ന് ഞാൻ ഇങ്ങനെ ആയി അണ്ണാ 2 ദിവസം കഴിഞ്ഞ് ഞാനും ബോബായും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ ഇവിടെ ഇല്ല ഞാൻ എറണാകുളത്താ എറണാകുളത്തുണ്ട് അണ്ണാ നമ്മള് നാളെ എറണാകുളത്തുണ്ട് നമുക്കൊന്ന് കൂടിയാലോ അണ്ണാ അപ്പൊ എല്ലാരും കൂടെ അണ്ണാ എന്റെ പാർട്ടി അണ്ണൻ വാ ചിക്കാഗോയിൽ ഒരു പാർട്ടി ഉണ്ടെന്നാ എടാ ഞാൻ തന്ന 10,000 നീ ആ പാർട്ടി അണ്ണാ നാളെ എന്റെ പാർട്ടി നാളെ അണ്ണൻ വാ ഫ്രീ ആണ് ചിക്കാഗോയിൽ ഒരു പാർട്ടി ഉണ്ട് എന്തായാലും അത് കറിയില്ലേ? ഓക്കെടാ ശരി ഞാൻ സിറ്റിയിൽ ഒന്ന് കേറിട്ട് വരാം ഓക്കെ അണ്ണാ മുച്ചിരിയാ പോ മുച്ചരി വരാൻ പുറത്താ ഹലോ? പോയിട്ട് വരട്ടെ എന്തായാലും കറിയില്ലേ? അണ്ണ ഗ്രൂപ്പ് നോക്കുക അണ്ണ ഗ്രൂപ്പ് ആ ഒരു ലിങ്ക് വന്നു കാണും പൊളി അണ്ണ ഇതേതാ ഭാഷ മന്ദാരം ഞാൻ ഒരു സൈറ്റ് നോക്കിയപ്പോഴേ അതില് വിൽക്കാൻ വെച്ചേക്കണം. എടാ ഇതൊന്നും അയച്ചാ എനിക്ക് ഡിസ്കോഡിലല്ലോ അയച്ചാ ലിങ്ക് നിക്കോണേ ഞാൻ അയച്ചേക്കാം നമ്മുടെ ഇട്ടിട്ടുണ്ട്. വണ്ടിയാണ്. നമ്മുടെ അടിച്ചിട്ടുണ്ട് അതില് സൈഡിൽ തന്നെ ഉണ്ട് TV ഒക്കെ അയച്ചിട്ടുണ്ട് ഡിസ്കൗണ്ടില്. ഇവരെന്തീ ഭാഷ പറയുന്നത് പുലാത്തോന്നെല്ലാം പറയുന്നത് ലൈവ് കൂടി ഒന്നല്ലാവോ കാണാൻ വയ്യ. ഗൈസ് ഒരു മിനിറ്റ് ഇവ എന്തിരിപ്പാ ഈ വണ്ടി പോയല്ലേ ലീക്കായി പോയി അതിനകത്ത് ഫിലിപ്പീനോ ഇത് ഫിലിപ്പീനാണോ ഈ ഭാഷ? Limited edition, customized കാരണം ഇതിനൊക്കെ എഴുതിയില്ലേ? pero ang problema Order after wala. nawawala rin ang mga gulong nito at inabandona na ang sasakyan na to. Kaya naman ngayong araw ay samahan nyo akong puntahan at Hindi ba ayusin siya ito. pa rin eh. Tara. Alright boys and we are back. So nandito na ulit tayo at meron tayong agenda dahil meron tayong pupuntahang isang napaka-importanteng tao
sa may Sandy Shore. At no, hindi si Mang Robert to dahil ito, yung kainuman naman ni Mang Robert. Kilala nyo naman si Mang Robert, matinik yan sa sasakyan. Dali, Carlin, Lapitan nyo na. Oh my God, man, look at this. Holy moly. So, napakaganda nitong truck pala talaga. Oh, man, look at that. Grabe. Ang laki nito and then meron siyang livery. So, the Carnage, ako na ang gumawa ng livery na yan, guys. It's me. Yeah, kita nyo naman kung gaano kapogi ako. അവനാ livery അടിച്ചത്. Sorry. And then yung മറ്റേ സി സിയുടെ സ്റ്റേറ്റിലുണ്ടോ ഇതിന് mga gulong man nagawa natin ng അത് ഇംഗ്ലീഷ് അത് മാറ്റാൻ പറ്റും ഇംഗ്ലീഷ് ആക്കാം customize Settings. Hoy, hindi na ako tanungin. Huwag nyo na ako tanungin. ചേഞ്ച് അവിടെ ചേഞ്ച് ഓപ്ഷൻ അതാ സെറ്റിംഗ്സ് സബ്ടൈറ്റില് ഓട്ടോ ജനറേറ്റർ ഫിലിപ്പിനേ ഉള്ളൂ. പിന്നെ ഉള്ളൂ മറ്റേ ഓഡിയോ മാറ്റാൻ നോക്ക് ഓഡിയോ ഓഡിയോ മാറ്റാൻ പറ്റില്ല Kung magkano presyo nito man, hindi ko rin matanggap. നീ മീന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായത് അവൻ അടിച്ചെന്ന് Kaya പറയാം ang pickup truck na nagkaroon ako, eto, ang pinaka-pogi sa lahat man. Look at this. So yung ganyang rifle kagabi na tinutukoy ko, ഈ പുള്ളിയുടെ ചാനൽ നോക്കിയാ പ്രമുഖ ഒരു വേറെ ഗ്യാങ്ങിന്റെ hindi kayo maniniwala rin. Pakita ko sa inyo. Makikita nyo, umuusok man. Ay, hindi nyo makita na maayos. Eto, pakita ko sa inyo. ഇവരുടെ ചാനൽ എടുത്ത് നോക്കിയാ ഒരു Ba't di ko makita yung usok man? Pero yan na, ayun, nakikita nyo, umuusok, diba? Sige. Exhaust pala to man. International Kinabahan pa ako leader. na mayroong അടുത്ത mga പ്രശ്നം. baril അടുത്ത dito sa പ്രശ്നം. sasakyan na to, mga flag. And also guys, animated. Kumiki na. അതിപ്പോ ഞാൻ ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോഴേ Bakit baba ka naman? Nahilo na ako sa അണ്ണാ ടി വി കാറിനെ ഇതൊക്കെ ഉള്ളതുണ്ടോ മൊത്തം ചോപ്പടിച്ച് കളഞ്ഞു മനസ്സിലായോ napakalaking spoiler. Kent, എൽ ഫ്രൈഡേ ഉണ്ട് ഇതെന്ത് ചില നമ്മുടെ വണ്ടിയിലുള്ള തന്നെയാന്ന് bakit hindi pa rin sila naka-like and subscribe? അടിച്ച് തിരിക്കണം നിന്നെ കള്ള Kami na maggulong yan. Gano'n ba? തോന്നുന്നു ടി വി അടിയിൽ തന്നെ അവന്റെ തൊപ്പിയുടെ അവിടെ ബാക്കടി ഒരു 10 സെക്കൻഡ് ബാക്കടി Uwi na tayo guys. Oras na. Maiko. Para may testing. ടി വി എഴുതിയിട്ടുണ്ടോ അതെ എവിടെ ഇതോ അണ്ണ നോർമൽ ആ ഓ Yan. Gano'n ba kabilis yan? Ito, iti-testing na natin. ആവശ്യമായിട്ട് പേരൊക്കെ പറയുന്നുണ്ട് natin, syempre, konting off-road lang muna tayo dito. Konti lang naman na off-road. Hindi naman marami. Pero ito na, Ken, subukan na natin yan. മുച്ചറേ നീ അടിക്കും എന്നെ കേറി മുഖം തിരിക്കണം ഇത്തിരി അല്ല നിന്റെ മറ്റേ ട്രെയിനിലെ വീഡിയോ അയച്ചു കൊടുക്കുന്നേ ഇതിലെവിടെ കാലം തിരിഞ്ഞു പോയേ അണ്ണാ കാസർഗോഡൻ ഫ്രീക്കൻ അത് ഓവിയത് ഓടിയട്ടവൻ ഞാൻ പോന്നേ പുറത്തല്ലേ പണിയിട്ട് അവര് രാത്രിയുടെ സമയായി ഗ്രൂപ്പിൽ കേട്ടാ ഉച്ചറി രാവിലെ 7 മണിക്ക് എണ്ണിച്ചാണ് ഇവിടെ കാണും ഉച്ചറി വണ്ടി എല്ലാരും കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യണം അവനെ ഗ്രൂപ്പില് പിന്നെന്താ വെൽക്കം ടു ടി വി എ ബ്രോ വെൽക്കം ടു ടി വി എ ബ്രോ എല്ലാരും ചന്ദ്രൻ ജിമ്മിൽ എന്തോ പോയിട്ട് വന്നിട്ട് ഇപ്പൊ വരുമ്പോ ഇവിടെ എന്തോ നടക്കണേന്ന് പോലും അറിയാതെ ഇത് ചാറ്റൊക്കെ കത്തി വെൽക്കം ടു ടി വി എന്ന് MRC ആദ്യോ അതാരാ വൈൽഡ് തീഫ് അതില് ചന്ദ്ര വോയിസ് ഇട്ടേക്കുന്നത് ചന്ദ്രൻ എന്തോ വോയിസ് ഇട്ടേ എന്തൊക്കെ നടക്കണേ കൊണ്ടാണ് ഉറക്കം വെച്ചില്ലാതെ തോന്നുട്ടാ ഒരു മിനിറ്റ് വെൽക്കം ബാക്ക് കോഴിക്കോട് ബാസ്റ്റഡ് കെവിൻ എന്തൊക്കെ തരം ആൾക്കാരുടെ ഞാൻ കൊറേ നേരമായിട്ട് ഞാൻ സിറ്റി കയറണേ ഞാൻ ഒന്ന് സിറ്റി കയറട്ടെ ഒരു സെക്കൻഡ് ആരൊക്കെയാ മെസ്സേജ്